തട്ടിപ്പുവരന്മാരെ നിന്നെയൊക്കെ കണ്ടാലറിയാമല്ലോടാ. കുട്ടിയാരാ? അത് ഈ കമ്പനിയിലെ കുട്ടിയാ. നിന്നോട് ചോദിച്ചില്ല. ഇവിടുത്തെ കുട്ടിയാ. നിന്നോടും ചോദിച്ചില്ല. എന്നെ രക്ഷിക്കണം സാർ. എന്റെ കാശ് കൂടെ കൊണ്ടാണ് കാലമാടന്മാര് പോയത്. എന്റെ കമ്പനി മലയൊക്കെ വിറ്റ പൈസയാണ് സാർ. അവർക്ക് ഈശ്വര ശിക്ഷ കൊടുക്കണേ. ഇപ്പതാ കമ്പനിയും പരിഹാരം ഉണ്ടാക്കാം. കൂട്ടി നടക്കാൻ ഇങ്ങോട്ടല്ല അങ്ങോട്ട് പിന്നെന്താ പറയുന്നത്? ഞങ്ങളുടെ കാര്യം ഞാൻ മെഴുവിലായിട്ട് ഇന്ന് തന്നെ വരാമെന്ന്. ഞാൻ നാളെ അല്ല ഇന്ന് തന്നെ വരാം. ചേച്ചി പേടിക്കണ്ട, വേറൊരു ജോലി ചേച്ചിക്ക് ഞാൻ ശരിയാക്കി തരാം. എന്തിനാണാവോ എന്തോ റോഡിൽ ഹലോ. കുറെ നേരം ആയാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, പോയിട്ട് വേറെ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുണ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞുതരൂ. ശിവദാസ് മേനോൻ, TC 8/131, പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നത്? കോളേജിലാ. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ, അപ്പട്ടാ. ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. അതെ, നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. എന്താ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. കാര്യം വലിയ കാശുകാരൊക്കെ ആകുമ്പോ സുന്ദരി മറക്കല്ലേ. സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ഇങ്ങനെ ആക്ച്വലി ആരെ കാണാൻ എത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡില്. എന്നാ ഞാൻ അപ്പുറത്ത്. മുറുക മന്മദലി ദോശ അറിയും. ദോശ എവിടെയുണ്ട്, അവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടടാ ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ പറ്റിയ അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കണമെന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. വേണ്ടടാ. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടാലറിഞ്ഞൂടെ പ്രേതാ. കൂട്ടുകാരുടെ ഒരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴി തന്നെ വിട്ടോ. ഇതേ ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള രണ്ട് ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. വാ. അവിടെ വീണ്ടും പോയാ? വീട് മാറിയില്ലേ? നീ കാരണം മനുഷ്യനോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം എവിടെയെങ്കിലും നീ. ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. അതെന്തായാലും ശരിയാവില്ല. എന്ത്? ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിൽക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്ത് പണ്ടാരങ്ങൾ ചെയ്യും? എന്റെ ഇഷ്ടം പോലെ ചെയ്യും.
പേര് പറഞ്ഞില്ല. മായ. ബ്യൂട്ടിഫുൾ നൈറ്റ്. എനിക്കിഷ്ടായി. എന്തോ ദേ വരുന്നുടാ. പോട്ടെ. എന്താ ബസ് അല്ലേ കുളിക്കാൻ പോവാ? സിനിമയ്ക്ക് പോയാലോ? കാലത്ത് ഇറങ്ങി ഒരു വാന ഷർട്ട് അയ്യോ. ഹലോ സുന്ദരി. ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ? ബസ് സ്റ്റോപ്പിൽ സാറിന് ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോകാൻ വിരോധമൊന്നുമില്ല. ഈ ബോർഡ് കണ്ടില്ലേ? ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യമൊന്നുമില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. പകരം സാറുണ്ടല്ലോ. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് വരുന്നത്. നിങ്ങൾ കോളേജിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളുടെയോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ. ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. ഞങ്ങളൊന്ന് അല്ല ഞാനൊന്ന് കാണട്ടെ. ആ നീ നോക്കിക്കോ, ഞാൻ എടുത്ത ഡ്രസ് അവൾ ഇട്ടുകൊണ്ട് വരും. ഓ നോക്കിക്കോ. ഹായ്, വണ്ടർഫുൾ. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തതാ. എനിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കരുതി ഞാൻ സെലക്ട് ചെയ്ത കളർ മായ്ക്ക് ഇഷ്ടാവുന്നു. ജസ്റ്റ് എ മിനിറ്റ്. ഇതെങ്ങനെയുണ്ട്? ഇത് മായ്ക്ക് അത്ര ചേരില്ല. ഇവന്റെ സെലക്ഷൻ അല്ലേ? ഇളം വയലറ്റ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആദ്യമായി ഡാഡി ഇളം വയലറ്റ് പൂക്കളുള്ള ഒരു പാവാട വാങ്ങി തന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എടാ, ഇത് സെലക്ട് ചെയ്ത് ഞാനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ആര് സെലക്ട് ചെയ്താലെന്താ? മായക്ക് ഇഷ്ടമായില്ലേ? ആ, ഞാൻ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട്. വരാം. ആഹാ, ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായേ. മായ കഴിക്കും. ഞാൻ പിന്നീട് കഴിച്ചോളാം. നന്നായിട്ടുണ്ട്. ഈ തീയൽ എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മ ഉണ്ടായിരിക്കുമ്പോ ഇതൊന്നും വീട്ടിലുണ്ടാക്കുമായിരുന്നു. അന്ന് അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ രുചി. എനിക്ക് ഈ തീയല് മാത്രല്ല, ഈ കച്ചടിയും പിച്ചടിയും കാളനും തോരനും കോരനും മോരും ഈ അച്ചാറൊക്കെ എനിക്ക് ഇഷ്ടായി. അച്ചാർ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. അന്ന് ഈ അച്ചാർ അടിച്ച് വായിക്കല്ല എനിക്ക് ഇഷ്ടായി. അയ്യോ, ആകെ നനഞ്ഞല്ലോ. ആ സാരല്ല. ചായ. ആനന്ദൻ ഇതുവരെ എണീറ്റില്ലല്ലോ. നല്ല പനിയുണ്ട്. രാത്രി മഴയും കൊണ്ട് ചുറ്റിക്കറങ്ങുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാ. വെരി സീരിയസ്. അനന്തൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. അത് പറഞ്ഞ ശരിയാവില്ല. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത് തീരെ ശരിയാവില്ല. അതുകൊണ്ട് മായ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോണല്ലേ? ഇല്ല, അതിന് ടാബ്ലറ്റ് വെച്ചാൽ മാറിക്കോളും. ഇതൊരു ശീലാക്കണ്ട കേട്ടാ. വേറെ ഹോസ്പിറ്റലിൽ പോട്ടോ. ആ പിന്നെ അവനെ ഹോസ്പിറ്റലിൽ അയക്കാൻ മറക്കണ്ട കേട്ടോ. ഓ ശരി. അനന്ത, അനന്ത, മരുന്ന് കഴിക്കൂ.
തല തോർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല. അതല്ലേ പനി പിടിച്ചത്? സാരമില്ല, അത് മാറിക്കോളും. മായക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഒരിക്കലുമല്ല. തുറന്നു സംസാരിക്കാൻ ഒരവസരത്തിന് വേണ്ടി ഞാൻ കൊതിക്കായിരുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് അമ്മ എന്റെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു. അമ്മയുടെ ആ സാമീപ്യം മാത്രം മതിയായിരുന്നു എന്റെ അസുഖം മുഴുവൻ മാറാൻ. അമ്മയുടെ പൊന്നാര മോനാണെന്ന് എനിക്ക് അന്നേ തോന്നി. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെന്താ ചോദിക്കായിരുന്നത്? ഇഷ്ടപ്പെടില്ല എന്ന് കരുതി. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തു പറയാനാ, ചെറുപ്പകാലത്ത് എന്റെ അമ്മ മരിച്ചു. അച്ഛന്റെ സ്വഭാവമാണെങ്കിൽ തീരെ ശരിയല്ലായിരുന്നു. നാണക്കേട് കാരണം നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. തികച്ചു ഏകാന്തതയായിരുന്നു അന്നൊക്കെ. അച്ഛനോട് ഇപ്പോഴും എനിക്ക് വെറുപ്പാ. സോറി, വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് വേദനിപ്പിച്ചു അല്ലേ? ഏയ്, കുറച്ചു ദിവസമായി ഞാൻ ആകെ ടെൻഷനില്ല. ഉള്ളു തുറന്ന് സ്നേഹിച്ച കൂട്ടുകാരൻ പോലും എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പക്കുട്ടന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുക. എനിക്കിപ്പോ ആരുമില്ല. ഉണ്ട്, ഞാനുണ്ട്. അതെ, ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം തന്നെ അനന്തന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോ എനിക്കറിയാമായിരുന്നു തിരിച്ചു വിളിക്കുമെന്ന്. ആ മനസ്സ് അതിനകം ഞാൻ പഠിച്ചിരുന്നു. മായെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല, ഒന്നും എനിക്കറിയണമെന്നില്ല. പക്ഷേ മായ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായിരുന്നു. ഓരോ നിമിഷവും ഞാൻ ഭീതിയുടെ നിഴലിലാണ്. അവൻ വരും, എപ്പോഴും അവന്റെ വരവ് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കണ്ട. ഞാനില്ലേ മായക്ക്? അത് മാത്രമാണ് എന്റെ ആശ്വാസം. നമ്മുടെ ഈ അടുപ്പം എത്രയും വേഗം അപ്പുവിനെ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പു എന്നോട് വല്ലാതെ അടുപ്പം കാണിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ നമ്മൾ വളരെ അകന്നിട്ടുണ്ട്. നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന വിവരം അവൻ അറിയുമ്പോ അതൊരു ഷോക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അവനൊരു ഷോക്ക് ആവശ്യമാണ്. എന്തായാലും ഈ ഒരു ഇന്നലെ ഞാനോട് പറയാം. എന്താ പോരെ? എന്താടോ?